ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് യാത്രയാവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? പൊളിച്ചില്ലയോ? നമ്മുടെ പൊളിച്ചു പറഞ്ഞു. അതെ, സൈക്കിൾ യാത്രയായിരുന്നു. അത് അടിപൊളിയായിരുന്നു. സേറ എങ്ങനെ ഉണ്ടായിരുന്നടാ? ഗുഡ്. ചില മനുഷ്യർക്ക് ചിലരോട് ഒരു പ്രത്യേക ബോണ്ടിങ് ആണുള്ളത് അല്ലേ? അങ്ങനെ ചില സുഹൃത്തുക്കളെ കിട്ടുക എന്നതും ഒരു ഭാഗ്യം തന്നെയാണ്. അതുപോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് ഇന്ന് ഈ സമയം ചിലവഴിക്കുന്നത്. ഇങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളെ കിട്ടുക ജീവിതത്തിൽ വളരെ അപൂർവമായിരിക്കും. എന്നാൽ തന്നെയും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന്. കൂട്ടുകാരിയോടൊത്ത് മാത്രമല്ല, കൂട്ടുകാരിയോടും കുടുംബത്തോടുമൊപ്പം സന്തോഷം പങ്കുവച്ച ഒരു ദിവസവും കുറച്ച് കാഴ്ചകളുമായിരുന്നു ഇന്നത്തെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. ഞങ്ങൾ കൂട്ടുകാർ ഒന്നിച്ച് ഫുഡ് കഴിക്കാനും കുറച്ച് സമയം ചിലവഴിക്കുവാനും ഒക്കെ കിട്ടിയ ഒരവസരം ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചു. അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും ഇത് എൻജോയ് ചെയ്യും എന്ന് കരുതിക്കോട്ടെ. അപ്പം കാഴ്ചകളിലേക്ക് പോകാം. ഒരു 11 മണി എഴുന്നേറ്റ് കൂട്ടിക്കോ. എന്തുവാടേ ഇച്ചിരി കൂടെ ഒക്കെ ഡീസന്റ് ആണ്. ഇത് നടുക്ക് വരത്തില്ലായിരിക്കും. ഈ അധികമുള്ള പേപ്പർ കൊണ്ടുപോയി അടുത്ത പൊതിക്ക്. ഇല എവിടെ നിന്ന് കിട്ടി? ഇല രാവിലെ ഇലയില്ലേ നിങ്ങൾക്ക്? അല്ല, എവിടെ നിന്ന് കിട്ടി? ഇല രാവിലെ ഞാൻ വിട്ട് ഇല വെട്ടിപ്പിച്ചു. അടിപൊളിയായിട്ട് എടുക്കണം കേട്ടോ പൊതിച്ചോറ്. ഞങ്ങൾ അൺബോക്സ് ചെയ്യുക. പക്ഷെ ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ ഞാൻ ചമ്മന്തി എങ്ങോട്ടൊന്നും കാണിക്കട്ടെ. സീനറിയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെളിയിൽ നിന്നാണ് കഴിക്കുന്നത്. പച്ചപ്പ് കിട്ടണല്ലേ? ഒരു കഷ്ടമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് പഠിക്കണമെന്ന്. വിരകടി ചമ്മന്തി കൂട്ടി എടുത്തു. എടുത്തോ തുടങ്ങിക്കോ. കഴിച്ചോ മാജി? കഴിച്ചോ? കഴിച്ചോ? ഇരിക്കാൻ വയ്യാഞ്ഞിട്ടാ. ആരും ഇരുന്ന് കഴിക്കാറില്ലല്ലോ. ഓണത്തിന് പോലും ഇപ്പൊ ആരും ഇരുന്ന്. പണ്ട് ഓണത്തിനൊക്കെ ഇരുന്ന്. സഹലിനൂത്ത് നിറച്ചു. ഇലയോടേലും ഒരു സ്നേഹം കാണിക്കും. മീനോട് പോലും ഒരു സ്നേഹം.
വെള്ളമൊക്കെ എടുക്കണമെങ്കിൽ ഇക്ക അവിടെ നിന്ന് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ സ്വസ്ഥമായിട്ട് സ്ഥലമില്ല, അത്ര ബുദ്ധിമുട്ടാണ്. അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഭാഗ്യം. പകരം വീട്ടിയതാട്ടോ നമ്മളെ വീഡിയോ എടുക്കട്ടെ. എടേ നിർത്തടേ. അതെ അതെ അതെ. ഞങ്ങളെ കൂടെ പിന്നെ കൺട്രോൾ പോയി. പോയിക്കോ പോയിക്കോ. ലൈസൻസ് കിട്ടിയിട്ട് ഇങ്ങനെയല്ല ഒരു പ്രയാസം. വാ റൗണ്ട് ആയിരുന്നു. ആരെങ്കിലും ഞാൻ പറഞ്ഞു പറപ്പിക്കാൻ നമ്മൾ രണ്ടും പോകും ഹോട്ടലിൽ. നോക്ക്, നമ്മള് വീണ നമ്മള് 4 പേര് വീടണ്ട നമുക്ക്. നമ്മള് നേരത്തെ കണ്ട മാജി ഷീബാൻ്റെ ഒരു സൈഡാ വർക്കിംഗ്. അയ്യോ ഓ ഇത്രയും പെട്ടെന്ന് പോയി കാണും. ആയ് ബബിളേ. ഞങ്ങളുടെ സഖാവിനെ പറയരുത്.
കൂട്ടുകാരോടൊത്ത് ചിലവഴിക്കാൻ കിട്ടുന്ന ഇത്തരം നിമിഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയരുത്. പ്രത്യേകിച്ചും ലേഡീസ്, അവർക്ക് കിട്ടുന്ന കുറച്ച് നല്ല നിമിഷങ്ങളെ ഉണ്ടാകത്തുള്ളൂ. ചിലർക്ക് തനിച്ചു പോകാൻ പറ്റില്ലായിരിക്കാം, ചിലർക്ക് ഫാമിലി അതിന് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ അവസരം കിട്ടിയാൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും വിനിയോഗിക്കാൻ ശ്രമിക്കുക. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങളുടെ സന്തോഷങ്ങളും ഒക്കെ ഞാൻ ഇവിടെ പങ്കുവച്ചു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു. ബൈ.